ഈ ഒരു കാര്യം പറയാണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് രാത്രി ഒരു 10:30 സമയത്ത് ഞാൻ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വീട്ടിലേക്ക് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് അവരെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയ സമയത്ത് ആ ഡെലിവറി പാർട്ട്ണറിനെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതൊരു പെങ്കുച്ചായിരുന്നു കേട്ടോ. ഞാൻ അതിശയിച്ചു പോയി. കാരണം വെച്ചാൽ ഞാൻ സ്ഥിരം ഒരു സ്വിഗ്ഗി സൊമാറ്റോ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫുഡായാലും ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയപ്പോൾ ഞാനൊരു 5-6 വട്ടം മേടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ബോയ്സും അത് മാത്രമല്ല ഫുഡ് ഡെലിവറിക്കും ബോയ്സ് മാത്രമാണ് വന്നിട്ടുള്ളത് ഇതുവരെയായിട്ടും. അപ്പോൾ ഇതൊരു പെൺകുച്ചിനെ കണ്ടപ്പോൾ ഞാൻ അതിശയത്തോടെ ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ ഒരു സമയത്തൊക്കെ പെൺകുട്ടികൾ ഓടൂ? ആ പെൺകൊച്ചിൻ്റെ പേരാണ് കീർത്തി നെൽസൺ എന്നാണ്. കീർത്തി നെൽസൺ എന്നോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ആ കൊച്ചു മാത്രമാണ് ഒരു പെൺകുട്ടിയായിട്ട് സ്വിഗ്ഗിയിൽ ഓടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ആ ഒരു കൊച്ചിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ പങ്കുവെക്കേണ്ടത്. ഒരുപക്ഷെ തൃശ്ശൂരിലത്തെ ഫസ്റ്റത്തെ ഒരു പെൺകൊച്ചായിരിക്കും ഈ ഒരു കീർത്തി നെൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെലിവറി പാർട്ട്ണർ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലുള്ളത്. അപ്പോൾ ഈ കുട്ടി 6 മാസമായിട്ട് സ്വിഗ്ഗിയുടെ കൂടെ വർക്ക് ചെയ്യണതാണ്. വൈകുന്നേരം 3 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഈ കൊച്ച് 3 കിലോമീറ്റർ പരിധിയിലാണ് ഈ ഒരു ഇലക്ട്രിക് വണ്ടി കൊണ്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയും ആ കൊച്ചെന്ന് പറയുന്നത് കാണുമ്പോൾ നല്ലൊരു വിദ്യാഭ്യാസവും ഉള്ളൊരു കൊച്ചാണ്. നല്ല ഇവിടുത്തെ കൊച്ച് ഇംഗ്ലീഷ് സംസാരിക്കണു, ഫ്ലുവൻസി നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാലോ. അപ്പോൾ ഭയങ്കര ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരു പ്രചോദനമാവട്ടെ. അതായത് ഏതൊരു പണിയും എന്തൊരു ജോബായാലും അതിനൊരു വാല്യൂ ഉണ്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്ര തന്നെ ഒന്നുകൂടി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് കീർത്തി നെൽസൺ. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.